ഡൽഹിയിലെത്തിയ കെ സുധാകരൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് രാഹുലിനെ കണ്ടത്. ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദ്, കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഡൽഹിയിലെ രാജാജി റോഡിലെ 10ാം നമ്പർ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. 3 മണിക്കാണ് അദ്ദേഹം കൂടിക്കാഴ്ച ആരംഭിച്ചത്. കൂടിക്കാഴ്ചയിൽ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹം ഡൽഹിയിലെത്തിയിരുന്നെങ്കിലും നേതാക്കന്മാരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കെ തന്നെയാണ് മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ച് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയത്. അടുത്ത ആഴ്ച ഡൽഹിയിലെത്തുമ്പോൾ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു. മാത്രമല്ല, അന്ന് തന്നെ ഖാർഗെ അറിയിച്ചിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. ഒരു കാരണവശാലും പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യങ്ങളിലും സുധാകരൻ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് എന്നുള്ളൊരു കാര്യം സുധാകരനോട് ഖാർഗെ പറഞ്ഞിരുന്നു. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാഹുൽ ഗാന്ധി സുധാകരനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുകൾ തന്നെ വളരെ ശ്രദ്ധേയമാണ്. ഓരോ പ്രതിസന്ധിയിലും വെല്ലുവിളിയിലും പരീക്ഷണങ്ങളിലും കേരളത്തിലെ ജനങ്ങൾക്കായി ജീവിതം പോരാട്ടമാക്കി മാറ്റിയ വ്യക്തിയാണ് കെ സുധാകരൻ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞത്. മാത്രമല്ല, ഒരു യഥാർത്ഥ കോൺഗ്രസുകാരന്റെ കരുത്തും കൂറും അദ്ദേഹത്തിനുണ്ട്. UDF ഒറ്റക്കെട്ടായും കരുത്തോടുകൂടിയാണ് മുന്നേറുന്നത്. കേരളത്തിൽ 100 സീറ്റ് നേടി വമ്പിച്ച വിജയത്തിലേക്കാണ് UDF കുതിക്കുന്നത് എന്നുകൂടി രാഹുൽ ഗാന്ധി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എക്സിൽ കുറിക്കുകയായിരുന്നു. സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. കാരണം ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നു. കെ സുധാകരൻ കോൺഗ്രസ് വിടാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ പാർട്ടി വിട്ടുകഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലൊക്കെ നിൽക്കുന്ന സമയത്താണ് കെ സുധാകരൻ പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത്. സജീവ കോൺഗ്രസ് പ്രവർത്തകനായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തനിക്ക് പകരം വന്ന സ്ഥാനാർത്ഥിക്കായി വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിറങ്ങിക്കൊണ്ട് വോട്ട് തേടൽ നടത്തിക്കൊണ്ട് കെ സുധാകരന്റെ വീണ്ടും ഒരു പൊതുരംഗത്തേക്കുള്ള ഒരു പ്രവേശനം, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് താൻ എന്ന് പലരോടും വിളിച്ചു പറയൽ കൂടിയായിരുന്നു ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഒക്കെ കോഴിക്കോട് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി പ്രഖ്യാപന ചടങ്ങിലായാലും മഹാറാലിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങിലായാലും കെ സുധാകരൻ പങ്കെടുത്തത് ആ രീതിയിൽ കൂടി വലിയ രീതിയിൽ ചർച്ചയാകപ്പെട്ടതാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഏറ്റവും അർത്ഥവത്തായ കൂടിക്കാഴ്ച തന്നെയാകണം അത്. കാരണം കെ സുധാകരനെ സമാധാനിപ്പിക്കുക എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. അത് രാഹുൽ ഗാന്ധിക്ക് പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ അന്ന് തന്നെ ആ രീതിയിൽ ഒരു ഉറപ്പ് നൽകിയതും കെ സുധാകരന്. അന്ന് തന്നെ കാര്യം ആദ്യഘട്ടത്തിലെ വാർത്ത വന്നത് മുഴുവനും വിനിത അദ്ദേഹം സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിനെ വിളിക്കുന്നു. ഈ ഘട്ടത്തിലൊന്നും അദ്ദേഹം മീഡിയയെ കാണാനോ സംസാരിക്കാനോ ഈ തരത്തിലുള്ള ഒരു പ്രചരിക്കുന്ന കാര്യങ്ങൾ അസ്ഥാനത്താണ് അല്ലെങ്കിൽ അവാസ്തവമാണ് എന്നുള്ളൊരു കാര്യം പറയാൻ പോലും തയ്യാറായില്ല. മാത്രമല്ല, അദ്ദേഹം രാവിലെ മുതൽ ഇവരെ കാത്തിരുന്നെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ആരെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി ചർച്ച നടത്തിയത് ഷാഫി പറമ്പിലും AP അനിൽകുമാറും മാത്രമായിരുന്നു. ഫോണിലാണ് KC വേണുഗോപാൽ സംസാരിച്ചത്. പക്ഷെ അതിനുശേഷം പിന്നീട് DO മോഹനൻ കണ്ണൂർ സ്ഥാനാർത്ഥിയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം KC വേണുഗോപാലിന് ഗുഡ് ബൈ എന്ന ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു. മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം താൻ പ്രസ്ഥാനത്തോട് വിട പറയുകയാണ് എന്നുള്ളൊരു സൂചന തന്നെയായിരുന്നു നൽകിയത്. ഇതേ തുടർന്നാണ് അവർ ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കാനും സുധാകരൻ സാധാരണ നടത്തുന്ന പോലത്തെ ഒരു ഭീഷണിയല്ല ഇത്, അദ്ദേഹം രണ്ടും കൽപ്പിച്ചാണ് എന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് കൃത്യമായി നേതാക്കന്മാർക്ക് മനസ്സിലായത്. ഇതിനുശേഷം KC വേണുഗോപാലിന് ശേഷം രമേശ് ചെന്നിത്തല വിളിക്കുന്നു. രമേശ് ചെന്നിത്തല വിളിച്ച് അദ്ദേഹത്തിന്റെ കാര്യം ഹൈക്കമാൻഡുമായി രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ AK ആന്റണിയെ വിളിക്കുന്നു. അങ്ങനെ ആ ഒരു പകൽ നീണ്ട ചർച്ചകളുടെ ഒരു പകൽ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് നേരത്തെ വിനിഷ പറഞ്ഞ പോലെ തന്നെ ഖാർഗെയുടെ വിളി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് എത്തുന്നു. അതിനുശേഷം ഖാർഗെ അദ്ദേഹത്തോട് പറയുകയാണ്, ഈ 5 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് കേരളവും 2 അസാമും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ കോൺഗ്രസിന്റെ രാജ്യവ്യാപകമായി കോൺഗ്രസ് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് മങ്ങലേറുന്നത്
കേൾക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തിന് സുധാകരന്റെ ഒരു പെരുമാറ്റോ വാക്കോ നോക്കോ പോലും ഇടയാക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് അന്ന് മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്. മല്ലികാർജുന ഖാർഗെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദമായി തന്നെ അങ്ങ് കേൾക്കണം എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു പറഞ്ഞത്. ഇതോടുകൂടി ഒരു മഞ്ഞുപോലെ ഉരുകിയ ഇദ്ദേഹം കെ സുധാകരൻ പിന്നീട് ഒരു തരത്തിലുള്ള ഒരു പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കും കടക്കില്ലെന്നും താൻ പാർട്ടിയോടൊപ്പം തന്നെ അടിയുറച്ച് നിൽക്കുമെന്നും പറഞ്ഞതിന് ശേഷം അദ്ദേഹം നാട്ടിലെത്തി നിരവധി നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥികളുടെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഇന്ന് ഡൽഹിയിലെത്തിയത്. ഡൽഹിയിൽ അദ്ദേഹത്തിന് പ്രധാനമായും 2 കൂടിക്കാഴ്ചകളാണുള്ളത്. ഒന്ന് താഴെ ചൊവ്വയിലെ റെയിൽവേ കോഴ്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ വേണ്ടി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായിട്ടായിരുന്നു പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടത്താനിരുന്നത്. ഇതുകൂടാതെ ഗഡ്കരിയുടെ അപ്പോയിന്റ്മെന്റും അദ്ദേഹം എടുത്തിരുന്നു. പക്ഷെ ഇരുവരുമായി കൂടിക്കാഴ്ചയ്ക്ക് നടന്നില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇന്ന് 2:30 KC വേണുഗോപാലിന്റെ ഫോൺ എത്തുകയും എത്രയും പെട്ടെന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗെയും അദ്ദേഹത്തിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. അങ്ങനെ കെ സുധാകരൻ ഒരു 3 മണിയോടുകൂടി ഖാർഗെയുടെ വസതിയിലെത്തുകയും അങ്ങനെ രാഹുൽ ഗാന്ധി, ഖാർഗെ, KC വേണുഗോപാൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമുള്ള ചിത്രങ്ങളാണ് എക്സിൽ ഹാൻഡിലിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, ഡൽഹിയിലെത്തി മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി കെ സുധാകരൻ. ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്. എക്സ്പോസ്റ്റിലൂടെയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട എക്സ്പോസ്റ്റ് ഫോട്ടോകളിലൂടെയാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഏറ്റവും സുപ്രധാനമായ കൂടിക്കാഴ്ച തന്നെയാണ് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൽഹിയിൽ നടന്നത്. ഡിതന സുമോദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.